അവളെ ഞാൻ വെറുതെ വിടില്ല. അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ പണിക്ക് വന്നവള് ആ വീട്ടിലത്തെ മരുമകളുമായി ഞാൻ ഒളിഞ്ഞ് സംസാരിക്കുന്നത് അവള് വീഡിയോ എടുത്തിട്ട് എന്റെ ഉമ്മാരി ആങ്ങളിനെയും കാണിപ്പിച്ചു കൊടുത്തിട്ട് എന്റെ ഉമ്മാരി ആങ്ങളിനെയും തമ്മിൽ തെറ്റിപ്പിച്ചു. എങ്ങനെ? നിന്റെ ഉമ്മയാ? പെരകത്തുമ്പോ വാഴ വെട്ടണ്ടെന്ന് സ്വന്തം ഉമ്മയിലെങ്കിലും എടുത്തു വളർത്തിയത് പോരെ. അങ്ങനെ പറ. നിന്നെ കൊണ്ടാരാണ്ടി ആ വീട്ടിൽ പോയിട്ട് നമ്മുടെ പ്ലാനുകളൊക്കെ സംസാരിക്കാൻ പറഞ്ഞത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ വന്ന് പറഞ്ഞപ്പോരെ? അവിടെ പറഞ്ഞതുകൊണ്ടല്ലേ ആ പെണ്ണ് വീഡിയോ എടുത്തിട്ട് അവർക്കൊക്കെ കളിപ്പിച്ചു കൊടുത്തത്. എന്നിട്ട് അവൾ പകരം വീട്ടാൻ നടക്കണമെന്ന് പറയും. എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോഴേ ഒളിവും മറിയും വേണം, അല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞു നടക്കുകയില്ല. ഇനി എങ്ങനെ ഞാൻ ആ വീട്ടിക്ക് മുമ്പത്തെ പോലെ കയറി പോകും? ആ പണിക്ക് വന്നവന്ന് പറഞ്ഞില്ലേ ഞാൻ അവിടുത്തെ സ്വന്തം മകളല്ലാന്ന്. ഇനി അവൾ എന്നെ വില വെക്കുവോ? കാലം വായിക്കാത്ത മുറിവുകളൊന്നുമില്ല, എല്ലാത്തിനും ഒരു വഴി തെളിയും. നീ പേടിക്കണ്ട. ഉമ്മ കോളേജിൽ ഫീസ് കെട്ടണം. എന്നാ തന്നെ പഠിക്കാൻ പോകാൻ പറ്റുള്ളൂ. എന്താ മോളെ ചെയ്യുക? എനിക്കറിയാലോ ഇവിടുത്തെ അവസ്ഥ. താത്തയുള്ളപ്പോൾ അവൾ ആ വീട്ടിൽ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ ശമ്പളം കൊണ്ടല്ലേ നമ്മൾ ജീവിച്ചത്. ഇപ്പം അതുമില്ല. നമ്മൾ എന്താ കാട്ടുക? എനിക്ക് ഈ സമയത്ത് കോളേജിലേക്കും പോകണം പറയുമ്പോൾ നീ ടെൻഷൻ അടിക്കണ്ട. നീ ആ ഫോണും എടുക്ക്. ഞാൻ അവൾക്കൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കട്ടെ. ഇതാ നിന്റെ ഫോൺ അടിക്കണം. ഉമ്മയാണ്. സംസാരിക്കും. ഉമ്മ എങ്ങനെയുണ്ട് ഇപ്പോ? അങ്ങനെ തന്നെ ഉണ്ട് മകളെ. നീ ഇനി എപ്പോഴാ അങ്ങോട്ട് വരിക? ഞാൻ ഇക്ക വന്നിട്ടേ ചോദിച്ചിട്ട് പറയമ്മ. അവിടെ ഉള്ളവരൊക്കെ എങ്ങനെ മോളെ നിന്റെ അടുത്തുള്ള പെരുമാറ്റം? കുഴപ്പമൊന്നുമില്ലല്ലോ? അവരുപദ്രവിക്കണ്ട? അല്ല, ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ നീ അവിടെ പണിക്കല്ലേ പോയി നിന്നുകൊണ്ടിരുന്നത്. പിന്നെ മരുമകളാണെന്ന് പറഞ്ഞിട്ട് പണിക്കാരികളെ പോലെ തന്നെ ഇപ്പോഴും പെരുമാറുണ്ടോന്ന് അറിയാൻ ചോദിച്ചതാണ്. ഇവിടെ ഒരു കുഴപ്പമില്ലമ്മ. ഇവിടെ പേടിക്കാനൊന്നുമില്ല. ഇവിടെ ഇക്കാൻ്റെ ഉമ്മയൊക്കെ ഭയങ്കര പാവമാണ്. ഇക്കും കുഴപ്പമൊന്നുമില്ല. ഇപ്പം മുമ്പത്തെ പോലെ കുടിക്കണമൊന്നുമില്ല. മോളെ, ഞാനിപ്പോൾ നിന്നെ വിളിച്ചതേ നിന്റെ കയ്യിൽ വല്ല പൈസ ഉണ്ടാവുമോ? നിന്റെ അനിയത്തിക്ക് കോളേജിൽ പോകണം പറഞ്ഞിട്ട് നിൽക്കണം. എനിക്കറിയാലോ ഇവിടുത്തെ അവസ്ഥകൾ. നീ മുമ്പ് പണിക്ക് പോകുമ്പോൾ നീ തന്നെയല്ലേ കുടുംബം നോക്കിയത്. ഇപ്പം ആ വരുമാനവും ഞങ്ങൾക്കില്ലല്ലോ. ഇപ്പം അതാ അവള് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് നിൽക്കണം. നിൻ്റെ അടുത്ത് വല്ല പൈസ ഉണ്ടാവുമോ? അമ്മ, എൻ്റെ അടുത്ത് എവിടെ നിന്നാണ് പൈസ? മുമ്പ് ഞാൻ ഈ വീട്ടിൽ പണിക്ക് നിൽക്കുന്ന സമയത്ത് ഇവരെനിക്ക് ശമ്പളം തരും. ആ പൈസയും കൊണ്ട് നമ്മൾ ജീവിച്ചു. ഇപ്പം ഞാൻ ഇവിടെ പണിക്ക് നിൽക്കില്ലല്ലോ അമ്മ. ഇവിടെ ഞാൻ മരുമകളല്ലേ. എനിക്ക് എങ്ങനെ പൈസ തരും അവര്? ഉമ്മക്കറിയാം. എന്നാലും ഉമ്മ വെറുതെ ചോദിച്ചതാണ്. ഒന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞിട്ട്. ഇവിടെ ഇരുന്നിട്ട് ഓരോന്നും പറയണേ. മനസമാധാനക്കേട് കൊണ്ട് വിളിച്ചതാണ് നിന്നെ. നീ വിഷമിക്കുമെന്ന് വേണ്ട മോളെ. ഞാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. അല്ലെങ്കിൽ ഇവിടെ പഠിക്കാൻ പോകണ്ടെന്ന് വെക്കണം. അല്ലാണ്ട് വേറെ എന്താ കാട്ടുക? എന്തെങ്കിലും പണിക്ക് പോട്ടെ. അല്ലാണ്ട് ഇപ്പം എനിക്കും പോകാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ പഠിക്കാൻ പോകണം പറഞ്ഞാൽ അതിനുള്ള പൈസയും വേണ്ടേ? ശരി, നീ വിഷമിക്കുമെന്ന് വേണ്ട. നിൻ്റെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ വേണ്ട. എന്താ പിന്നെ കാട്ടുക? എന്താ അമ്മ, എനിക്ക് പഠിക്കാൻ പോകണം അമ്മ. അവൾക്കൊന്ന് ഫോൺ കൊടുക്കി. റൂബിയെ, നിനക്ക് എത്ര പൈസ വേണ്ടത്? അതെ, ഞാൻ ഇക്കാനെ കൊണ്ടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. നീ ടെൻഷൻ അടിക്കണ്ട. എന്തെങ്കിലും വഴി ഉണ്ടാവും. നീ ഉമ്മാനെ വെറുതെ വിഷമിപ്പിക്കാൻ നിൽക്കണ്ടാട്ടാ. പാവം ഉമ്മ ആ വയ്യാത്തവിടെ എവിടെ നിന്നാ പൈസ ഉണ്ടാക്കുക? ഞാൻ നിന്നെ പഠിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഞാൻ എന്നെ പഠിപ്പ് നിർത്തിയിട്ട് പണിക്ക് വന്നത്. ഇപ്പം എൻ്റെ അങ്ങനെ കല്യാണം കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ. എനിക്കിവിടെ നിന്ന് പൈസ ചോദിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പത്തെ പോലെ പറ്റില്ലല്ലോ റൂബിയെ. അവരെന്താ വിചാരിക്കുക? ഞാൻ അവരിനെ ചൂഷണം ചെയ്യണമെന്ന് വിചാരിക്കില്ലേ? നീ മാക്സിമം ഉമ്മാനെ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കേ. ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം കേട്ടാ. ശരി, ഉമ്മാക്ക് കൊടുക്ക്. നീ അവനെ കൊണ്ട് പറഞ്ഞിട്ടേ നിങ്ങളൊന്ന് വാ. എനിക്ക് നിന്നൊന്ന് കാണണമെന്നുണ്ട്. ശരി അമ്മ, ഞാൻ വരാം. ശരി അമ്മ, ഞാൻ വിളിക്കാം. മുജീബേ, നീ അവളെയും കൊണ്ടേ അവളുടെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വാ. അവളുടെ ഉമ്മക്ക് സുഖമില്ലാത്തതല്ലേ. ഇവളെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഇവള് തന്നെ അങ്ങോട്ട് പോകണ്ടേ? അല്ലാണ്ട് അവർക്ക് വയ്യാലും ഇങ്ങോട്ട് വരാന്. അതുകൊണ്ട് നീ ഒന്ന് അവളെ കൂട്ടിയിട്ട് പോ.
എനിക്ക് ഒഴിവൊന്നുമില്ലമ്മ. അവള് വേണമെങ്കിൽ പോയിക്കോട്ടെ അവളുടെ വീട്ടിക്ക്. അവളുടെ വീട്ടിക്ക് ഞാൻ പോണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവളിവിടെ പണിക്ക് വരുമ്പോൾ അവളുടെ വീട്ടിക്ക് പോയിക്കൊണ്ടിരുന്നതന്നെയല്ലേ, പിന്നെന്താണ്? അതുപോലെ പോയിക്കോട്ടെ. ഡാ അതുപോലെയാണ് ഇപ്പോ. അവള് മുമ്പ് പണിക്ക് വന്നപ്പോ തിരിച്ചു പോണ പോലെ പോവും. ഇപ്പൊ അങ്ങനെ പറ്റുമോ? ഇവിടുത്തെ മരുമകളല്ലേ, നീ അവളുടെ ഒറ്റയ്ക്ക് വിട്ടാക്കാൻ പറ്റുമോ? അവളിനെ കൊണ്ടാക്കി കൊടുക്ക്. നിനക്ക് ഒഴിവില്ല വെച്ചിട്ടുണ്ടെങ്കിൽ നീ കൊണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ വന്നോ, അവള് വരുമ്പോ ഒറ്റയ്ക്ക് വന്നോളൂ. അവൾ ഇപ്പോഴും നമ്മുടെ അടുത്ത് ഒന്നും തുറന്നു പറയാൻ നിൽക്കണില്ല. അവളുടെ മനസ്സിലേ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൾ മുമ്പ് ഇവിടെ പണിക്ക് നിന്നതല്ലേ, എങ്ങനെയാണ് ഇത് കാര്യങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അവൾ നമ്മുടെ അടുത്ത് ഒന്നും പറയണില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത്, നീ കൊണ്ടാക്കി കൊടുക്കുക അവളെ. ആ ശരി. നിനക്ക് ഡാ നീ പോകുമ്പോളേ അവളുടെ അനിയത്തിക്ക് എന്തോ കോളേജിൽ പോകാനേ പൈസ ഇല്ലാന്ന് എന്തൊക്കെയോ പറയുന്ന കേട്ടു ഫോണിലേ. അവളുടെ വരുമാനം കൊണ്ടാണല്ലോ ആ കുടുംബം കഴിഞ്ഞു പോയത്. ഇപ്പൊ അതും ഇല്ലല്ലോ. അപ്പൊ അവളുടെ അനിയത്തിന്റെ പഠിത്തത്തിന്റെ കാര്യമൊക്കെ നീ തന്നെ നോക്കണം. ഇനി മുതൽ ആ കുടുംബം നിന്റെയും കുടുംബമാണെന്ന് വിചാരിക്കണം. മനസ്സിലാകണ്ട? അവളുടെ ഉമ്മ അവിടെ വയ്യാണ്ട് കിടക്കല്ലേ, ആ ഉമ്മക്ക് പണിക്ക് പോകാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ ആ ചെറിയ കുട്ടി അതിനിപ്പം തന്നെ വീട്ടു പണിക്കൊക്കെ വിട്ടാക്കുക പറയുമ്പോൾ ആ കുട്ടിക്ക് പഠിക്കാനുള്ളതല്ലടാ. അവിടെ നല്ല കഷ്ടപ്പാടായതുകൊണ്ടല്ലടാ നീ ഇങ്ങനെ കുടിക്കണവനായിട്ടും കൂടിയിട്ട് നിന്നെ കല്യാണം കഴിക്കുന്ന അവൾ തയ്യാറായത്. അതുകൊണ്ട് നീ മരുമകനായിട്ടല്ല അവൻ്റെ മകനായിട്ട് വേണം അവന് നോക്കാനൊക്കെ. അവർക്ക് വേറെ ആരും ഇല്ലാത്തതാണ്. നീ അവളെ കൂട്ടിയിട്ട് പോകുമ്പോളേ നിനക്ക് പറ്റിയ ഒരു ദിവസമെങ്കിലും അവിടെ നിൽക്ക്. നീ ഇതുവരെ അവിടെ നിന്നിട്ടൊന്നുമില്ലല്ലോ. അവർക്കും ഒരു സന്തോഷമൊക്കെ വേണ്ടറാ. നീ മരുമാനല്ലേ അവിടത്തെ. അവരായിട്ടൊന്നും നമ്മുടെ അടുത്ത് പറയാൻ നിൽക്കില്ല. അപ്പം നമ്മൾ വേണം അറിഞ്ഞ് കണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട്. ശരി, പോവാൻ നോക്ക്. അവള് പ്രഗ്നന്റ് ആണത്രേ, 3 മാസം ആയിന്ന്. അപ്പൊ ഇനി നിനക്ക് ഒന്നും കിട്ടാൻ പോണില്ല. പക്ഷെ ഇതൊരു അവസരമാണ് ആ വീട്ടിക്ക് നിനക്ക് കേറി പോവാൻ. എന്താ അവസരം? എടി പൊട്ടത്തി, നിന്റെ ആങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടാകാൻ പോവല്ലേ. അപ്പൊ നിനക്ക് സന്തോഷമുള്ള പോലെ കാണിക്കണം. കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് അവളെ കാണാൻ പോണം. എന്നിട്ട് നീ അവിടെയുള്ളവരുടെ അടുത്തൊക്കെ നല്ല സ്നേഹം പോലെ നിൽക്കണം. അപ്പൊ നിന്റെ സ്നേഹമൊക്കെ കണ്ടിട്ട് ഉമ്മ വീണ്ടും നിന്റെ മേലെ മനസ്സല്ലിട്ട് നിന്നെ വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങും. എന്തായാലും നിന്നെ പ്രസവിച്ചില്ലെങ്കിൽ നിന്നെ പോറ്റി വളർത്തിയതല്ലേ, എന്നിട്ട് കല്യാണം കഴിച്ചു വിട്ടതൊക്കെയല്ലേ. ആ സ്നേഹം എന്തായാലും ഉമ്മക്ക് ഇല്ലാണ്ടിരിക്കില്ല. അപ്പൊ ഉമ്മ വീണ്ടും നിന്നെ സ്നേഹിക്കാൻ തുടങ്ങും. പിന്നെ അവിടെയുള്ള നിന്റെ ആങ്ങളെയും നിന്നെ സ്നേഹിക്കാൻ തുടങ്ങും. പിന്നെ മെല്ലെ മെല്ലെ ആ കുട്ടിനെ നീ ഇല്ലാണ്ടാക്കണം. ആ കുട്ടിയും കൂടി ആ വീട്ടിൽ വന്നാലുണ്ടല്ലോ ഒരു സ്വത്തുക്കളും നിനക്ക് കിട്ടില്ല. എനിക്കാ? നമുക്ക് അങ്ങനെ പറ. ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. ഇതൊരു നല്ലൊരു അവസരമാണ്. ഞാൻ എന്തായാലും ഉമ്മാനെ ഒന്ന് ഫോൺ വിളിക്കട്ടെ. ഹലോ, ആരാണ്? ഉമ്മ? നീയാ? എന്താണ് ഉമ്മക്ക് എന്നെ കൊണ്ട് ദേഷ്യമാണെന്നൊക്കെ എനിക്കറിയാം. എന്നാലും നിങ്ങളൊക്കെ അല്ലാണ്ട് എനിക്ക് വേറെ ആരാ ഉള്ളത്? ഞാൻ നിങ്ങളെയല്ലേ ഉമ്മ വിളിച്ച് വളർന്നത്. നിങ്ങൾ എൻ്റെ സ്വന്തം ഉമ്മയില്ലെങ്കിലും എനിക്ക് എൻ്റെ സ്വന്തം ഉമ്മാനെ പോലെ തന്നെയാണ്. എനിക്ക് നിങ്ങളൊക്കെ അല്ലാണ്ട് വേറെ ആരാ ഉള്ളത്? ഉമ്മക്ക് എന്നോട് ക്ഷമിച്ചൂടെ? അതൊക്കെ എനിക്ക് തെറ്റ് മനസ്സിലായി. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഉമ്മ അല്ലാണ്ട് വേറെ ആരാ എനിക്ക് ഉള്ളത്? ഇപ്പൊ നിങ്ങൾക്കൊരു പേരക്കുട്ടി വരാൻ പോകുകയാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അത് നീ എങ്ങനെ അറിഞ്ഞേ? എന്താ അമ്മ, ഞാൻ ഫോൺ വിളിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാണ്ടിരിക്കുവോ? ഞാൻ അങ്ങനെ അറിഞ്ഞതാണ് അവള് പ്രഗ്നന്റ് ആണെന്നുള്ളത്. എന്താ ഇവിടെ മരുമാനും കൂടി എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ നിങ്ങളെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. എന്താ അമ്മ, നിങ്ങൾക്ക് എന്നോട് ക്ഷമിച്ചൂടെ? അടി ഭയങ്കരി. അമ്മ, ഞാൻ നിങ്ങളെ ഒന്ന് വന്ന് കാണട്ടെ. ഞാനേ അവനെ കൊണ്ടും കൂടി ഒന്ന് സംസാരിക്കട്ടെ. അവന്റെ സമ്മതം കൂടി അറിയണം. നീ ഇത്തിരിയൊന്നും അല്ലല്ലോ അവനെ ഉപദ്രവിച്ചത്. അവനും കൂടി സമ്മതം പറഞ്ഞാൽ ഞാൻ നിന്നെ വിളിക്കാം. ശരി അമ്മ. അവനെ കൊണ്ടും കൂടി ഒന്ന് ചോദിച്ചു നോക്കിയിട്ട് വിളിക്കാന്ന്. നിന്റെ പെങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളാ? എന്തിന്? അവൾക്ക് നിന്നെ എന്നെയൊക്കെ ഒന്ന് കാണണം അത്രേ. നിങ്ങളെ എന്നെയും കൊല്ലാൻ നോക്കി അവൾക്ക് നമ്മളെ കാണണമെന്നാ? അവൾക്ക് നല്ല വിഷമമുണ്ടാ നിന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തതിന്. അവൾ വിളിക്കുമ്പോൾ പറയുകയും ചെയ്തു. നിന്നെ കൊണ്ട് നേരിട്ട് സംസാരിക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടാണ് എന്നെ വിളിച്ചിട്ട് അവൾ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അവൾക്ക് ഇങ്ങോട്ട് വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. നമ്മളിങ്ങനെ മുണ്ടാണ്ട് പണങ്ങി നിൽക്കണതുകൊണ്ട് അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാണ്ട് നിൽക്കുന്നത്. സാരമില്ലടാ, വിട്ടുകളാ. മുമ്പത്തെ കാര്യങ്ങളല്ലേ, അതൊക്കെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ മറന്നുകളാ. നീ കഴിഞ്ഞത് തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാതെ. അതുകൊണ്ടിപ്പോൾ എന്താണ്, നീ സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഇവള് നല്ല സ്വഭാവമുള്ളവളല്ലേ, അവൾ എനിക്ക് കിട്ടിയില്ലേ? പിന്നെന്താണ്? അവളാണെങ്കിലോ എന്നെയും നിന്നെയൊക്കെ നല്ല നന്നായി നോക്കണമുണ്ട്. പിന്നെന്താണ് ഇതിൽ കൂടുതൽ? ചിലപ്പോൾ ഇതായിരിക്കും നിന്റെ വിധി. അതുകൊണ്ടായിരിക്കും അവളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയിട്ടുണ്ടാവുക. സാരമില്ലട മാനെ, അത് വിട്ടുകളാ. അവൾക്ക് നീയും ഞാനും അല്ലാണ്ട് വേറെ ആരാ ഉള്ളത്?
നമ്മൾ അവളെ വിളിച്ചില്ലെങ്കിലും പറഞ്ഞില്ലെങ്കിലും അവള് നോക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. നിന്റെ ഭാര്യ പ്രഗ്നന്റ് ആയതും കൂടി അവൾ അറിഞ്ഞിരിക്കണു. അവൾക്ക് അവളെ കാണാനൊക്കെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് വരട്ടെ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറയട്ടെ ഇങ്ങോട്ട് വന്നോളാന്? ഉമ്മാന്റെ ഇഷ്ടം പോലെ ചെയ്യ്. ആ ഹലോ, അവനിക്ക് കുഴപ്പമൊന്നുമില്ല നീ വരുന്നത് കൊണ്ട്. ആ ശരി, നീ വന്നോ. ആ ശരി ഉമ്മ. എന്ത് പറഞ്ഞു? ഉമ്മ വന്നോളാൻ പറഞ്ഞു.